ഞങ്ങളെയാക്കരുതേ, ദുഷ്ടനിൽ നിന്നൊഴിവാക്കുക നീ. രാജ്യം, ശക്തി, മഹത്വങ്ങൾ എന്നും നിനക്കുള്ളതാകയാമീൻ. പിതൃസുത പരിശുദ്ധാത്മാവാം സത്യപരനെ നിനക്ക് സ്തുതി. ബലഹീനരുടെ അപേക്ഷകളും അനുതാപികളുടെ കണ്ണുനീരും മുൻഫലമായി കൈക്കൊള്ളുന്നവനെ നിനക്ക് സ്തുതി. ഈ സമുദായ ഫുട്ബോൾ മാച്ച് ആരംഭിച്ചത് 1909. ഇതിൽ പങ്കെടുത്ത റഫറികൾ താഴെ പറയുന്നവരാണ്. യാതൊരു കാരണവശാലും നിങ്ങൾ യാതൊരു പ്രയാസങ്ങൾ ഇതിനകത്ത് ഉണ്ടാകരുത്. രണ്ട് കക്ഷിക്കാരും ഓർത്തഡോക്സ് സമുദായവും പാത്രികീസ് സമുദായവും ചേർന്നുള്ള കക്ഷിയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 11ാമത്തെ ശിഷ്യനുണ്ടായ അബദ്ധം എനിക്ക് ഉണ്ടാകരുത് എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഇത് കഴിഞ്ഞു പോകുമ്പോൾ കല്ലെറിയുകയോ അടിക്കുകയോ ഇടിക്കുകയോ ഒന്നും ചെയ്ത് ദയവായിട്ട് എന്നെ ജീവിക്കാൻ അനുവദിക്കണമേ എന്ന് കർത്തൃദാസത്തെ അപേക്ഷിക്കുകയാണ്. പങ്കെടുത്ത റഫറികൾ: മുറിമറ്റം ബാവ, ഇവാനിയോസ് പാമ്പാക്കുട, ഗീവർഗീസ് ദ്വിതീയൻ ദേവലോകം, ഓഗൻ പ്രഥമൻ ദേവലോകം, മാത്യൂസ് പ്രഥമൻ ദേവലോകം, മാത്യൂസ് ദ്വിതീയൻ കൊല്ലം, ഇപ്പോഴത്തെ ബാബ ദേവലോകം. ഇത്രയും വലിയ താമസ ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ പന്ത് കളിക്ക് ഒരു തീരുമാനവും കൈക്കൊള്ളാതെ ജയിച്ച പാർട്ടിക്കാർ ഫൗൾ ചെയ്തു എന്ന കുറ്റം തലയിൽ ചുമത്തി വീണ്ടും കളി തുടരുകയാണ്. എന്നാൽ മറുപക്ഷം അന്ത്യോക്യ പാത്രികീസ് ബാവായാൽ തിരഞ്ഞെടുത്ത മലങ്കര മെത്രാപ്പോലീത്തമാരും അന്ത്യോക്യ പ്രതിനിധികളും 1975 ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട കാതോലിക്കമാരും റഫറികൾ ആയിരുന്നു. ഇതിനെല്ലാം പുലിക്കോട്ടിൽ മാർ ദിവന്യാസിയോസിന് ശേഷം തിരഞ്ഞെടുത്ത വട്ടശ്ശേരിൽ തിരുമേനിയാണ് ഈ പന്ത് കളി തുടങ്ങി വെച്ചത്. അവരെ എല്ലാവരെയും ഈ സമയത്ത് നമ്മൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. ഫുട്ബോൾ ഉടനെ ആരംഭിക്കുകയാണ്. അച്ഛന്മാരുടെ ഫുട്ബോൾ കളിയാണ്. 2008 മെയ് മാസം 26 കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ആൾ ഇന്ത്യ ഫുട്ബോൾ കളിയിൽ റണ്ണിംഗ് കമന്ററി പറയുന്നതിന് എനിക്ക് 1ാം സമ്മാനം കിട്ടി. കളിക്കുന്നതെല്ലാം വൈദികരാണ്. പുത്തൻകുരിശ് പാത്രികീസ് സെമിനാരിയും ദേവലോകം സെമിനാരിയും തമ്മിൽ നടന്ന കളിയിൽ റണ്ണിംഗ് കമന്ററി പറയുന്നതിന് സുപ്രസിദ്ധ കമന്ററി വീരന്മാരെ നാഗവള്ളി, ശ്യാമള ചേച്ചി, അനിൽ കുമാർ, അനിൽ പിള്ള, ടേക്കാപ്പിൾ ഇവരെ ആരെയും കിട്ടിയില്ല. ഈ റണ്ണിംഗ് കമന്ററി പറയുന്നതിന് എന്നെ തന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കമന്ററി എങ്ങനെ ഇരിക്കുന്നു നമുക്ക് നോക്കാം. അച്ഛൻ മൈക്കെടുത്ത് കഴിഞ്ഞു. വളരെ ഭക്തിപൂർവ്വം അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. വിശ്വാസികളായ കാണികളെല്ലാവരും കാലയിൽ സീറ്റ് പിടിച്ചു കഴിഞ്ഞു. കളിയിൽ വിശ്വാസമില്ലാത്ത അവിശ്വാസികളായ അച്ഛന്മാർ ഗാർഡിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവസാനം പുത്തൻകുരിശ് പള്ളി ക്യാപ്റ്റൻ ചാലിൽ അച്ഛൻ പന്തെടുത്ത് തന്റെ സഹകളിക്കാരോട് പന്ത് കളിസ്ഥലത്ത് പ്രവേശിച്ചു കഴിഞ്ഞു. എന്റെ പിന്നാലെ വരുന്നവനാരും ഒരു നാളും പരാജയപ്പെടുകയില്ല. അവർ വിജയത്തിന്റെ പാതയെ കണ്ടെത്തും. കാരണം പരിശുദ്ധ പാത്രികീസിനാണ് കൈവപ്പുള്ളവരാണ്. ചാലിലച്ഛൻ തന്നെ പന്തിനെ തൊഴിച്ച് ആരംഭിച്ചു കഴിഞ്ഞു. പന്ത് ഇപ്പോൾ നരിവിളയ്ക്കൽ അച്ഛന്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. നരിവിളയ്ക്കൽ അച്ഛൻ ആ പന്തിനെ അടിച്ച് പാമ്പുമൂക്കൽ അച്ഛന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. പാമ്പുമൂക്കൽ അച്ഛൻ 1ാം തരം പോരാടി. പന്ത് അങ്ങ് അത്യുന്നതങ്ങളിലേക്ക് ഉയർന്നിരിക്കുകയാണ്. അത്യുന്നതങ്ങളിൽ നിന്ന് ആ പന്ത് മന്ദം താഴോട്ട് വരുന്ന പന്തിനെ തിരിപ്പട്ടം കൂട്ടി ഹെട്ട് ചെയ്തിരിക്കുന്ന ഫാദർ ഇടയനാലച്ഛൻ. തിരിപ്പട്ടം കൂടി ഹെട്ട് ചെയ്തിരിക്കുന്ന പന്ത് മരുഭൂമിയിൽ മന്ന കിട്ടിയ പോലെ പുലിക്കോട്ടിൽ ജോസഫ് അച്ഛന്റെ കയ്യിലാണ്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന ആളായിരുന്നു. ഓപ്പാർപ്പള്ളി. ഇത്രയും നേരം ബോള് കിട്ടാതെ ഇരുന്ന പുലിക്കോട്ടിൽ കത്തന ആ പന്തുമായി കടക്കുകയാണ്. ബൈബിളിലെ സക്കായിയെ പോലെയുള്ള പുലിക്കോട്ടിൽ പന്തുമായി കയറുന്നത് കണ്ടാൽ വൈദികനായി ഞാൻ പോലും പറയും, 2 പന്തുകളല്ലേ വീണ്ടും പോകുന്നത്. ഇപ്പോൾ ആ പന്ത് കോനാട്ട് മൽപ്പാന്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. കോനാട്ട് മൽപ്പാൻ ആ പന്ത് പൂച്ചവാലിൽ അച്ഛന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. പൂച്ചവാലിൽ അച്ഛൻ ആവേശത്തോടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കോനാട്ട് മൽപ്പാൻ ആ പന്ത് ഫൗൾ ചെയ്തിരിക്കുകയാണ്. നീ ദേവലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്ത് ഫലം? നീ ഇങ്ങനെ ഫൗൾ ചെയ്തിട്ട് എന്ത് കാര്യം? ഒരു പടക്കുതിരയെ പോലെ പട്ടാള സ്ഥലത്ത് വാങ്ങി വന്ന ആ പന്ത് പേഴത്തുവേലിൽ അച്ഛന്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. പന്ത് കളി അങ്ങനെ പൂർണ്ണതയിൽ എത്തുന്നതിന് മുൻപ് പേഴത്തുവേലിൽ അച്ഛൻ ഔട്ടടിച്ചിരിക്കുകയാണ്. കുഴപ്പമില്ല. ദേവലോകത്തിന് നിയുക്ത കാതോലിക്ക ബാബ പന്തെടുത്ത് ഇട്ടുകൊടുത്തു. പൂർവാധിക ഭംഗിയായി ഭക്തിയോടെ തന്നെ ആ പന്ത് ദേവലോകം സെമിനാരിയുടെ ഗോൾ നിലയിൽ എത്തിയിരിക്കുകയാണ്. അതാ നരിവിളയ്ക്കൽ അച്ഛൻ ആവേശത്തോടെ നരിവിളയ്ക്കൽ അച്ഛന്റെ ഇടതുകാലിന് ഒരു തൊഴിൽ കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം തന്റെ ഇടതുകാൽ പൊക്കിപ്പിടിച്ചിരിക്കുകയാണ്. കാരണം മനസ്സിലാകുന്നില്ല. മനസ്സിലായി കഴിഞ്ഞു. ഇടതുകാലിന് തൊഴിൽ കിട്ടിയിരിക്കുന്നു. നരിവിളയ്ക്കൽ അച്ഛൻ വലതുകാല് പൊക്കിപ്പിടിച്ചിരിക്കുന്നു. ഇടതുകാൽ പൊക്കിപ്പിടിച്ചിരിക്കുന്ന അച്ഛൻ പറയുകയാണ്, എന്റെ വലതുകാലിലൂടെ തൊഴിച്ചിട്ട് പോകും. ബൈബിളിലെ വാചകം പൂർത്തിയാകുകയാണ്. കർത്താവായ യേശു ക്രിസ്തു തിരുവായി ഒഴിഞ്ഞ്
തിരുവായം സബലീകരിക്കുകയാണ്. വലത് കരണം തരിച്ചാൽ ഇടത് കരണം കൂടി കാണിച്ചു കൊടുക്കുക എന്ന വാചകം ഇവിടെ സബലീകൃതമായി. ഈ സമയത്ത് ഇടയനാൽ ഒരൊറ്റയാടി പന്ത് പുത്തൻകുരിശ് ഗോൾ നിലയത്തിൽ എത്തിക്കഴിഞ്ഞു. വീണ്ടും ഭക്തിപൂർവ്വം പന്ത് പുത്തൻകുരിശ് സെമിനാരിയുടെ ഗോൾ നിലയത്തിൽ നിന്ന് പന്ത് ദേവലോകം ഗോൾ നിലയത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും കൈയടിക്കാം. ഈ സ്റ്റേഡിയം കണ്ടതിൽ വെച്ച് ഒന്നാം തരം ഒരടി. അത് പേടത്തുവെല്ലച്ചനാണ്. ആ പന്ത് അങ്ങ് പറന്ന് ചെല്ലുകയാണ്. പാഞ്ഞു വരുന്ന പന്ത് കണ്ട് രണ്ട് കള്ളന്മാരുടെ നടുക്ക് നിൽക്കുന്ന വിഷയായ പോലെ ഗോൾ പോസ്റ്റിന്റെ നടുക്ക് നിൽക്കുന്ന ദേവലോകം വികാരി കാക്കനാട്ടച്ചൻ പറയാണ്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണമേ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഒരു ഗോളായി കഴിഞ്ഞു. ഇത്രയും നേരം ഈ സ്റ്റേഡിയത്തിൽ ഇരുന്ന് പങ്കുകൊണ്ട് നമ്മെ എല്ലാവരെയും കർത്താവ് ആശീർവദിക്കുകയും എല്ലാ അപകടങ്ങളിൽ നിന്ന് സംശയരായി തീരുകയും ചെയ്യട്ടെ. ഈ കളി കഴിഞ്ഞ് പോകുമ്പോൾ സിറ്റിയിലുള്ള യാതൊരു തരത്തിലുള്ള ബസ്സുകളോ കാറുകളോ നശിപ്പിക്കരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു, പ്രത്യേകിച്ച് എന്നെയും. വളരെ ഭംഗിയായിട്ട് ഈ ഒടക്കായൂസ് ഫാദർ ചാലിൽ പാര അവതരിപ്പിച്ചു. വളരെ നന്നായി. ഇതിന് ശേഷം ഒരു പരിപാടി കൂടി ഉണ്ട്. അത് നമ്മൾ ഇപ്പോൾ അവതരിപ്പിക്കാൻ പോവുകയാണ്. ബി ജോയിയുടെ പോയി നമ്മുടെ ആൻഡ്രൂ സേട്ടൻ വളരെയധികം കലാപരിപാടികളോട് കാഴ്ചവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 70ാമത്തെ പിറന്നാളാണ് നാളെ. സോ ഹിസ് 70th ബർത്ത്ഡേ. Is it surprise for him? I mean, we cannot believe he is 70. He is doing everything he can. അങ്ങനെയുള്ള ഈ കഴിവുകൾ അദ്ദേഹം ഇവിടെ പ്രദർശിപ്പിച്ച് അദ്ദേഹം വളരെയധികം ഭംഗിയായിട്ട് ആ ചെറുപ്പ മനസ്സിനെ നമ്മളെല്ലാവരും കൈയടിച്ച്